എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 4 മണിക്ക് കഴിക്കാവുന്ന ഒരു ചെറിയ പലഹാരമാണ്. അതിനെടുത്തിരിക്കുന്നത് 3 ഉരുളക്കിഴങ്ങാണ്. ഈ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്ത് വെച്ചിരിക്കുകയാണ് ഞാനിത്. ഇതിന് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിന് ശകലം മല്ലിയില, അതിന് കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്. അതും വേണം ഒരു 3-4 സ്പൂണ്. എന്നിട്ട് ഞാനിത് ഉണ്ടാക്കുന്നത് കാണിക്കാം. കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുത്താണ് ഞാനിത്. ഇതിനിങ്ങനെ ഉടച്ചെടുക്കണം. നല്ലതുപോലെ ഇത് ഉടഞ്ഞ് കിട്ടണം ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് ഉടച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിലോട്ട് ഒരു 3-4 സ്പൂണ് കോൺഫ്ലവർ പൊടി ഇടുകയാണ്. കൂടി ഇതിനകത്ത് ചേർക്കുകയാണ്. ശകലം മുളക് പൊടി കൂടി ഇടുകയാണ് ഇതിനകത്തിൽ. ഇതിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപ്പും ചേർക്കുന്നു. എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയുടെ ഇതിനകത്ത് കുരുവില നരിഞ്ഞ് ചേർക്കുകയാണ്. കുരുവിലാന്ന് വേണം മല്ലിയില, അല്ലെങ്കിൽ നമുക്ക് ഇത് കുഴച്ച് ഉരുട്ടി എടുക്കേണ്ടതാണ്. കുഴച്ചെടുക്കാം. കോൺഫ്ലവർ പൊടി, അരിപ്പൊടിയും ഉരുളക്കിഴങ്ങ് പൊടിച്ചതും മല്ലിയിലയും ശകലം മുളക് പൊടി, അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇത് നമുക്കിതിങ്ങനെ കുഴച്ചെടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ തന്നെ മയത്തിൽ ഇത് കുഴച്ചെടുക്കാം. പോകണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ശകലം വെള്ളം ചേർത്താൽ മതി. വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഇതിന് ശകലം വെള്ളം കൂടെ വേണം. ശകലം വെള്ളം കൂടെ ചേർത്ത്, ഒത്തിരി വെള്ളം വേണ്ട, ഒരു ശകലം വെള്ളം ഒഴിക്കുക. ചപ്പാത്തിമാവിന് എങ്ങനെയാണ് നമ്മൾ കുഴയ്ക്കുന്നത് അതുപോലെ കുഴച്ചെടുക്കണം. അതുകൊണ്ട് ഒത്തിരി വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഒത്തിരി വെള്ളം ചേർത്താൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. ഒരു ശകലം കൂടെ വെള്ളം, ശകലം കയ്യിൽ ഒരു തുള്ളി, ഇത്രയും വെള്ളം. ഇനി ഇത് നമുക്ക് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞ് നമുക്കിത് ഉരുട്ടി വെളിച്ചെണ്ണയ്ക്കകത്ത് വേണം ഇത് എടുക്കാൻ. ഞാൻ കാണിക്കാം. ഇത് അത്ര 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഉരുട്ടി എടുക്കാൻ നമ്മുടെ കൈ ശകലം പറ്റാതിരിക്കാൻ ഉരുളക്കിഴങ്ങ് ശകലം പശയുണ്ട് ഉരുളക്കിഴങ്ങിന്. അപ്പോൾ അത് നമ്മുടെ കയ്യിലൊക്കെ പറ്റും. അതിന് പറ്റാതിരിക്കാനാണ് ഇച്ചിരി എണ്ണമയം കയ്യെ പരട്ടിയിട്ട് നമുക്കിതുപോലെ ഉരുളകളാക്കി ചെറിയ ചെറിയ ബോൾസുകളാക്കി വെക്കുക. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റായിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ വൈകിട്ടത്തെ ഒരു പലഹാരമാണിത്. ഇവിടെ പിന്നെ എന്തെങ്കിലും സോസോ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് കഴിക്കും. ഇത് ആ സോസിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും കൂടെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ചൂടായ ചീഞ്ചട്ടിയിൽ ഒഴിക്കാം. കുറേശ്ശെ എടുക്കാം. നമുക്ക് കുറച്ച് ആയി വരുവാണ്. നമ്മൾ തീ കുറച്ചിട്ടുണ്ട്. ഇതിനകത്തിലോട്ട് ബോൾസ് ഒക്കെ ഇടാം. ഇട്ട് വെച്ചേക്കുന്നത്
ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് ബോൾസ് ഉണ്ടാക്കിയേക്കുന്നത്, ഉരുട്ടിയിട്ടേക്കുന്നത്. ഇതിനും വേണേൽ ചെറുതാക്കാം. ഈ ഏറ്റവും കുറച്ചിട്ട് വേണം നമ്മൾ ഒരുക്കാൻ. ഒത്തിരി തീ വേണ്ട, കുറഞ്ഞ തീയിൽ വേണം. ഇതിൻ്റെ ഏറ്റവും തീ കുറച്ചിട്ട് ഇതുപോലെ നമ്മൾ ചുമന്ന നിറമാകുന്നവരെ അത് വറുത്ത് കോരിയെടുക്കണം. ഇച്ചിരി കൂടെ ഒന്നാവണമെങ്കിൽ നല്ല നിറം വരണം. ഇതിന് മൂത്ത് വന്ന് ഈ പരുവത്തിന് നമ്മൾ ഇത് കോരിയെടുക്കണം. ഇടുകയാണ്. ഇവിടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ബോൾസ് റെഡിയായി. അത് കഴിക്കുമ്പം ഇച്ചിരി സോസ് കൂടെ ഒഴിച്ച് വേണം കഴിക്കാൻ, എന്നാലേ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. നല്ല ടേസ്റ്റാണ് സോസും കൂട്ടി കഴിക്കുന്നത്. എൻ്റെ നല്ല സൂപ്പറാണ്. ഇതിനിങ്ങനെ ഇരിക്കണേണ്ട സൂപ്പർ സാധനമാണ്. ഇത് അതിലോട്ട് മുക്കി അങ്ങോട്ട് കഴിക്കണം. സൂപ്പറാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം.